നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടാമ്പിക്കും പുരസ്കാര തിളക്കം. മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട് പരിതൂരിലെ ബീന ആർ ചന്ദ്രൻ. നവാഗത സംവിധായകനുള്ള പുരസ്കാരം നേടി പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖ്. അംഗീകാരം തടവ് എന്ന സിനിമയ്ക്ക്. ഇരട്ട സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടി ആലിപ്പറമ്പ് സ്വദേശി രോഹിത് MG കൃഷ്ണൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി നിലമ്പൂർ മേഖലയിൽ തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. വിവിധ സേനകളെ കൂടാതെ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചും ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി. സേവ് CPIക്ക് പിന്നാലെ പാലക്കാട് ജില്ലയിൽ സേവ് യൂത്ത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിക്ക് രൂപം നൽകി CPI വിമത വിഭാഗം. AYFന് സമാന്തരമായാണ് യുവജന ഫെഡറേഷന് രൂപം നൽകിയത്. സമ്മേളനത്തിന് നേതൃത്വം നൽകി KE ഇസ്മായിലിന്റെ മകൻ KE ബൈജു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം പടരുന്നു. KGMOയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ കരിദിനാചരണം നടത്തി. ശനിയാഴ്ച ഡോക്ടർമാർ 24 മണിക്കൂർ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. മണ്ണാർക്കാടും പ്രതിഷേധം. ചെർപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ പ്ലാന്റിനെതിരെ CPM പ്രക്ഷോഭത്തിൽ. പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട അനിശ്ചിതകാല സമരം തുടങ്ങി. സമരം പ്ലാന്റിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ദുരിതമായി മാറിയ സാഹചര്യത്തിൽ. UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷാപാതവുമെന്ന് BJP. പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. അഴിമതിയല്ലാതെ ലീഗിനും കോൺഗ്രസിനും എടുത്തു പറയാൻ ഒരു നേട്ടവും പഞ്ചായത്തിലില്ലെന്ന് സന്ദീപ് വാര്യർ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ പട്ടാമ്പിയും. മികച്ച നടിക്കും മികച്ച നവാഗത സംവിധായകനുമുള്ള പുരസ്കാരങ്ങളാണ് പട്ടാമ്പിക്കാരെ തേടിയെത്തിയത്. മികച്ച നടിയായി പരിതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രനും നവാഗത സംവിധായകനുള്ള അവാർഡ് പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖിനും ലഭിച്ചു. മികച്ച നടി ബീന ആർ ചന്ദ്രൻ, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിലാണ് പട്ടാമ്പിക്കാർ. പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവിലൂടെയാണ് പരിതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. തടവിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും നേടി. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത 2 ഹ്രസ്വചിത്രങ്ങൾക്ക് സംസ്ഥാന ടെലിവിഷൻ അവാർഡും ആദ്യ സിനിമയായ തടവിന് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അംഗീകാരവും ലഭിച്ചതിന് പിന്നാലെയാണ് തടവ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും മികവ് കാട്ടിയത്. 2022 ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത അതിർ, പിറ എന്നീ ഹ്രസ്വചിത്രങ്ങൾ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം നേടിയത്. മികച്ച ചിത്രങ്ങൾക്കു മാത്രമല്ല, മികച്ച സംവിധായകനടക്കം 7 അവാർഡുകളും ചിത്രങ്ങൾ കരസ്ഥമാക്കിയിരുന്നു. ഇതേ അണിയറ പ്രവർത്തകർ തന്നെയാണ് തടവിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത്. സംസ്ഥാന പുരസ്കാരത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും ചെറായിയിൽ പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് അവാർഡ് വിവരം അറിയുന്നതെന്നും ഫാസിൽ റസാഖ് പ്രതികരിച്ചു. വളരെ സന്തോഷം. ആദ്യ സിനിമയാണല്ലോ, അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ വളരെ ഹാപ്പി. പിന്നെ നമ്മുടെ ടീച്ചർക്കും ഉണ്ട്, ടീച്ചർക്ക് നടിക്കുള്ളത്. അപ്പൊ പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പോ പുതിയൊരു സിനിമയുടെ വർക്കിന് കൂടിയാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ചുണ്ടായി. സന്തോഷം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന അംഗനവാടി ടീച്ചറിലൂടെയാണ് തടവിന്റെ കഥ നീങ്ങുന്നത്. തടവിനെ മോചനമായി കാണുന്ന സ്ത്രീയുടെ കഥ കൂടിയാണ് തടവിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചത്. ഇതിലെ അംഗനവാടി ടീച്ചറുടെ വേഷമിട്ട ബീന ആർ ചന്ദ്രനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. നാടകരംഗത്തിലൂടെ കടന്നുവന്ന ബീന ആർ ചന്ദ്രൻ പരിതൂർ CEUP സ്കൂളിലെ അധ്യാപികയാണ്. സന്തോഷം വാക്കുകൾക്കപ്പുറമാണെന്നും ഉർവശിക്കൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നും ബീന ആർ ചന്ദ്രൻ പറഞ്ഞു. IFFK കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത്. അഭിനയത്തെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ, അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു. എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഉർവശി ചേച്ചിയുടെയൊക്കെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയൊന്നും. സ്വന്തം നാടായ പട്ടാമ്പിയിലും പരിതൂർ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലുമാണ് തടവിന്റെ ചിത്രീകരണം നടന്നത്. അതുകൊണ്ട് തന്നെ പട്ടാമ്പിക്കാർക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരങ്ങൾ. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വാർത്ത അറിയുമ്പോൾ താൻ പഠിച്ചു വളർന്ന പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകപാത്ര നാടക അവതരണ തിരക്കിലായിരുന്നു ബീന ആർ ചന്ദ്രൻ. പുരസ്കാര നിറവിൽ കൂടിയായിരുന്നു സ്കൂളിൽ ബീന ആർ ചന്ദ്രൻ നാടകാവതരണം കാഴ്ചവെച്ചത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വാർത്ത അറിയുമ്പോൾ താൻ പഠിപ്പിക്കുന്ന പരിതൂർ CEUP സ്കൂളിൽ കുട്ടികൾക്കൊപ്പമായിരുന്നു പരിതൂർ സ്വദേശി ബീന ആർ ചന്ദ്രൻ. ടീച്ചർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതോടെ സഹപ്രവർത്തകരും കുട്ടികളും ടീച്ചറെ പൊതിഞ്ഞു.
പിന്നാലെ അഭിനന്ദന പ്രവാഹം. ഈ തിരക്കിനിടയിലായിരുന്നു താൻ പഠിച്ച പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുമ്പ് ഏറ്റിട്ടുള്ള ഏകപാത്ര നാടകാവതരണ പരിപാടി ഉണ്ടായിരുന്നത്. പുരസ്കാര വാർത്തയെ അതിൻ്റെ വഴിക്ക് വിട്ട് ടീച്ചർ സ്റ്റേജിലേക്ക്. ഒന്നും കഴിച്ചിട്ടില്ല. മലയാളം പുസ്തകം അപ്പോ ഇടയ്ക്കൊന്ന് മറച്ചു വെക്കണം കേട്ടോ. അതെ, അവരെ കൊണ്ട് ഒന്ന് എഴുതിക്കാൻ ഇടയ്ക്കൊക്കെ. അടുത്ത കൊല്ലം പരുതൂർ സ്കൂളിലെ ലൈബ്രറി ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഒറ്റഞ്ഞാവൽ മരം എന്ന ഏകപാത്ര നാടകാവതരണം സംഘടിപ്പിച്ചിരുന്നത്. പുരസ്കാര നിറവിൽ കൂടിയായിരുന്നു ടീച്ചറുടെ നാടകാവതരണം. സ്കൂൾ കാലം മുതൽ മിമിക്രിയിലും മോണോ ആക്ടിലും പ്രതിഭയായിരുന്നു ബീന ആർ ചന്ദ്രൻ. പിന്നീട് നാടകത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം തേടിയെത്തിയിട്ടുണ്ട്. സ്കൂളിലെ നാടകാവതരണ വേളയിൽ വെച്ച് സ്കൂളിന്റെ അനുമോദനവും ബീന ടീച്ചർക്ക് നൽകി. നാടകാവതരണത്തിന് എത്തിയതിന്റെ ചേതോവികാരം ടീച്ചർ വേദിയിൽ വ്യക്തമാക്കി. പക്ഷെ എനിക്ക് നാടകം ചെയ്യാണ്ട് വയ്യാന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഇവിടെ മുടങ്ങിയതാണ്. നാടകമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് എനിക്ക് നാടകം കളിക്കാതെ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടോ, എങ്ങനെ നിൽക്കുന്നുണ്ടോ അതിനൊക്കെ കാരണക്കാരായതാണ് ഈ സ്കൂള്. പിന്നെ ശ്രീജ കാരണേക്കൻ, എൻ്റെ ഹസ്ബൻഡ് അമ്മു ശ്രീജിത്ത് വീലായിരുന്നു. അപ്പോൾ എത്രയാണ് എനിക്ക് സന്തോഷം പറയേണ്ടതെന്ന് അറിയില്ല. അതെന്താ മാഷ് എന്നെ വിളിച്ചിട്ട് ഈ ക്ലബ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, കുട്ടികളുടെ മുന്നിൽ എനിക്ക് പെർഫോം ചെയ്യണം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്, ഈ നാടകം ചെയ്തത്. 2 കൊല്ലമായിട്ട് ഒരു ഏകപാത്ര നാടകം ചെയ്യണമെന്ന് 5ാം ക്ലാസ് ഞാൻ മലയാള നാടകമായി ചെയ്താലും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ സംഘമായിട്ട് കുരുത്താലി എന്ന് പറയുന്ന നാടകം കളിക്കാൻ പോകും. അപ്പോഴാണ് ഞാൻ നാരനേട്ടരോടും ശ്രീജോടും ഈ കാര്യം പറയുന്നത്. വളരെ സന്തോഷത്തോടെ എന്താ നമുക്ക് കളിക്കാറ്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. ശ്രീജ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു, നാരായണ ഡയറക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു രൂപത്തിൽ ഞാൻ കളിച്ചു നടക്കുക. പരുതൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ടി ശാന്തകുമാരിയുടെയും രാമചന്ദ്രന്റെയും മകളാണ് ബീന. വിജയകുമാറാണ് ഭർത്താവ്. ആറങ്ങോട്ടുകര കലാപാഠശാല പ്രവർത്തകയുമാണ് ബീന ആർ ചന്ദ്രൻ. അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഇരട്ടയ്ക്ക് ഇരട്ട നേട്ടം. ഇരട്ട എന്ന സിനിമയിലെ തിരക്കഥയ്ക്ക് രോഹിത് എം ജി കൃഷ്ണനെ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശിയാണ് രോഹിത് എം ജി കൃഷ്ണൻ. മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരവും ഇരട്ടയ്ക്ക് ലഭിച്ചു. അവാർഡിൻ്റെ ഇതിൽ സന്തോഷമുണ്ട്. കാരണം ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കോമ്പറ്റീഷനുള്ളൊരു ഇതായിരുന്നു. ഏറ്റവും കൂടുതൽ സിനിമ കോമ്പറ്റീഷന് വന്ന വർഷം. അതിൽ തന്നെ കൂടുതൽ പുതിയ ആളുകളുടെ, അതേപോലെ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരട്ട പോലത്തെ ഒരു സിനിമ മത്സരിക്കാൻ പറ്റുന്നതും, അതേപോലെ തന്നെ അതിലിങ്ങനെ 2 അവാർഡ് വിൻ ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഇരട്ട നേട്ടവുമായി തിളങ്ങുകയാണ് രോഹിത് എം ജി കൃഷ്ണൻ. ജോജു ജോർജ് ഇരട്ടവേഷത്തിൽ അഭിനയിച്ച ഇരട്ട രോഹിത് എം ജി കൃഷ്ണനാണ് സംവിധാനം ചെയ്തത്. മികച്ച 2ാമത്തെ ചിത്രമായി ഇരട്ട തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരത്തിനും ഇരട്ടയെ തിരഞ്ഞെടുത്തപ്പോൾ രോഹിത് എം ജി കൃഷ്ണന് അഭിമാനത്തിൻ്റെ ഇരട്ടി മധുരം. ചലച്ചിത്ര പുരസ്കാരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കടുത്ത മത്സരമുണ്ടായ ഈ വർഷം തൻ്റെ ചിത്രം തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പുരസ്കാര നേട്ടം വലിയ പ്രചോദനമാകുമെന്നും രോഹിത് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും രീതിയിൽ റെക്കഗ്നീഷൻ ഉണ്ടാവും സിനിമയ്ക്ക് എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മികച്ച 2ാമത്തെ ചിത്രവും അതേപോലെ മികച്ച തിരക്കഥയും കിട്ടും എന്നുള്ള സാധനത്ത് അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒപ്പം തന്നെ കുറേ മികച്ച സിനിമകളുടെ കൂടെ തന്നെ മത്സരിക്കാൻ പറ്റി. അതിൽ തന്നെ ഇങ്ങനെ റെക്കഗ്നീഷൻ കിട്ടി എന്നുള്ളതും സന്തോഷം ആവുന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ അടുത്ത സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉത്തരവാദിത്വം കൂടെയാണ്. പുരസ്കാര നേട്ടത്തിന് പിന്നാലെ അഭിനന്ദന പ്രവാഹമാണ് രോഹിത്തിന്. രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രമായ ഇരട്ട പ്രമേയം കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പരേതനായ മുണ്ടൻകോടി ഗോപാലകൃഷ്ണൻ നായരുടെയും കുഞ്ഞിമാള് അമ്മയുടെയും ഇളയ മകനാണ് രോഹിത്. രോഹിണിയാണ് ഭാര്യ. 4 വയസ്സുള്ള ഇഷാൻ അദ്രി മകനാണ്. ചെറുപ്പകാലം മുതലേ സിനിമാ മേഖലയോട് രോഹിത്തിന് അതിയായ ആഗ്രഹമാണ്. നേട്ടങ്ങൾക്ക് പിറകിൽ കുടുംബത്തിൻ്റെ വലിയ പ്രോത്സാഹനവുമുണ്ട്.
ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ടീവാണ്. എന്ന് പരിചയപ്പെട്ട അന്ന് മുതൽക്ക് ഏട്ടൻ്റെ ഒരു പാഷൻ പറയുന്നതാണ്. എപ്പോഴും സിനിമ എന്നുള്ളതാണ്. പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും ഏട്ടന് കൂടുതൽ പാഷൻ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് സിനിമയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ഏട്ടൻ്റെ ഇഷ്ടത്തിനോടൊപ്പം ഞങ്ങളും സഞ്ചരിക്കുന്നു. 2017 ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. 2020 ഇതിൻ്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 22 ഷൂട്ടിംഗ് തുടങ്ങി. 23 ഫിലിം റിലീസായത്. എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. പക്ഷെ ഇപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണത്. ചെറുപ്പശ്ശേരി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനാണ് രോഹിത്. മുമ്പ് വിവിധ പ്രമേയങ്ങൾ ആധാരമാക്കി ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ തിളക്കത്തിൽ മണ്ണാർക്കാടും. മികച്ച കലാസംവിധായകനുള്ള പുരസ്കാരം മണ്ണാർക്കാട് മുക്കണ്ണം പള്ളക്കോട്ടിൽ മോഹൻദാസിന് ലഭിച്ചു. 2018 എന്ന ചിത്രമാണ് അവാർഡിന് അർഹനാക്കിയത്. 2009 ഓറഞ്ച് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര കലാസംവിധാനം ആരംഭിക്കുന്നത്. ആദ്യമായി സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പുരസ്കാരം നാടിന് സമർപ്പിക്കുന്നതായും മോഹൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സിനിമാ ലോകത്തേക്ക് തന്നെ കൈപ്പിടിച്ചുയർത്തിയത് സേതു മണ്ണാർക്കാടാണെന്നും മോഹൻദാസ് പറഞ്ഞു. നല്ല സന്തോഷം, അതിൽ കൂടുതൽ എന്താ വാക്കുള്ളതിനകത്ത്. എന്നാലും നമ്മൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു 50% അവാർഡ് കിട്ടുമെന്നുള്ളത്. പക്ഷെ അപ്പോൾ അതെന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായത് നമ്മുടെ സുഹൃത്തുക്കളും പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ട് ഡയറക്ടേഴ്സും അല്ലാതെ ഡയറക്ടേഴ്സൊക്കെ പറയാറുണ്ട് പ്രാവശ്യം മോഹൻദാസിനായിരിക്കും അവാർഡ് നെക്സ്റ്റ് 2018 അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് കൂടുതൽ ജൂറി അവർക്ക് തോന്നണം അതിനകത്ത് എത്രത്തോളം റിയാലിറ്റി ഉണ്ട്, നാച്ചുറൽ സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേ ബി നമുക്കത് അവാർഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 50% നമ്മൾ സാധ്യത വയ്ക്കും. 50% പിന്നെ നമ്മൾ പറയുമ്പോൾ പണിയെടുത്തതിന് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അത് മതി, അവാർഡ് വേണ്ട എന്ന് തീരുമാനിക്കും. പക്ഷേ ഇപ്പോൾ അവാർഡ് കിട്ടിയാൽ വളരെ സന്തോഷം. അല്ല, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ. ഞാനും വൈഫും അമ്മയും മോനും കൂടിയും. അപ്പോൾ അവിടുന്ന് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈഫ് മൊബൈലിൽ അവൾ വാർത്ത വെച്ചപ്പോൾ നമുക്ക് അനൗൺസ് ചെയ്തത് അങ്ങനെയാണ് അറിയുന്നത്. 2018 സിനിമ. സിനിമയിലേക്ക് വരാൻ ഞാൻ നാട്ടിൽ ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സംഗതി. അപ്പോൾ അങ്ങനെ സേതു മണ്ണാർക്കാടാണ് നമ്മുടെ സിനിമയിലേക്ക്. പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇപ്പം കറൻ്റ്ലി പുള്ളി പ്രൊഡ്യൂസറാണ്. പുള്ളി 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഹിറ്റ് സിനിമകളാണ്. അപ്പോൾ പുള്ളിയാണ് തന്നെ പുള്ളിയുടെ കൂടെ നമ്മുടെ നൈബേഴ്സാണ്, ഭയങ്കര ബാല്യകാല സുഹൃത്തുക്കളാണ്. പുള്ളിക്ക് എന്തോ നമ്മളിൽ അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് തോന്നിയതുകൊണ്ടായിരിക്കാം, ഒരു സിനിമയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്കില്ലുണ്ട് തോന്നിയതുകൊണ്ടായിരിക്കാം. പക്ഷേ പുള്ളിയുടെ കൂടെ ഞാൻ ഒരു സിനിമ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ കൊച്ചു സന്തോഷം കഴിഞ്ഞിട്ട് പിന്നെ മിന്നമിന്നി കൂടെ പറഞ്ഞൊരു സിനിമ കൂടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി നിലമ്പൂർ മേഖലയിൽ തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. മലപ്പുറം കളക്ട്രേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനത്തോടെയാണ് തിരച്ചിൽ നടക്കുന്നത്. ദുരന്തത്തിൽ ഉൾപ്പെട്ട 118 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന് മണ്ണടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടത്തുക. ഉൾവനത്തിലെ പാറയുടെ അരികുകളിലും പരിശോധന നടത്തും. വിവിധ സേനകളെ കൂടാതെ കടാവർ നായകളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. നിലമ്പൂരിലെ ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തിരച്ചിൽ ആവശ്യമുള്ളത്. ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ 212 ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ 173 ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നാണ്. ലഭിച്ച 231 മൃതദേഹങ്ങളിൽ 80 മൃതദേഹങ്ങൾ കണ്ടെടുത്തതും നിലമ്പൂർ മേഖലയിൽ നിന്നാണ്. 5 മേഖലകളാക്കിയാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ 4 പോർഷനുകളാണ്, പ്രത്യേക 4 ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത്. മുണ്ടേരി മുതൽ പരപ്പൻപാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർമുക്ക് വരെ, ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ, ഇങ്ങനെ 4 പോർഷനുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത്. ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈയെടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിൽ എല്ലാ വിഭാഗത്തിൻ്റെയും നേതൃത്വം, അത് പോലീസാണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും SOG ആണെങ്കിലും NDRF ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും കുറ്റമറ്റ വിധത്തിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അണിനിരത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതിനായി നിലമ്പൂരിലെ ഉൾവനത്തിൽ നടക്കുന്ന തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകർ ഒറ്റയ്ക്ക് പോകരുതെന്ന് മന്ത്രി കെ രാജൻ നിർദ്ദേശിച്ചു.
ഉൾവനത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം. ഉൾവനത്തിലെ എന്തെങ്കിലും ഭാഗങ്ങളിൽ തിരച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തുടർന്ന് ദൗത്യസേനാംഗങ്ങളുടെ സഹായത്തോടെ ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്താനാണ് നിർദ്ദേശം. സേവ് CPIക്ക് പുറമെ പാലക്കാട് ജില്ലയിലെ യുവജന കൂട്ടായ്മയായ സേവ് യൂത്ത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച CPI വിമത വിഭാഗം. CPIയുടെ യുവജന സംഘടനയായ AYFന് സമാന്തരമായാണ് യുവജന ഫെഡറേഷന് രൂപം നൽകിയത്. മുതിർന്ന നേതാവ് KE ഇസ്മയിലിന്റെ മകൻ KE ബൈജുവും യുവജന സമ്മേളനത്തിന് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തിൽ പാലക്കാട് നടന്ന യുവജന സമ്മേളനത്തിലാണ് യുവജന ഫെഡറേഷൻ പ്രഖ്യാപനം നടത്തിയത്. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ ചർച്ചയും നടത്തി. സേവ് CPI പാലക്കാട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പാലോട് മണികണ്ഠൻ രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിലവിലെ യുവജന പ്രസ്ഥാനം ജില്ലയിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആൾക്കൂട്ടമായി മാറിയെന്ന് പാലോട് മണികണ്ഠൻ പറഞ്ഞു. ഭരണത്തിന്റെ ശീതളച്ചായയിൽ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളും യുവജന പ്രസ്ഥാനം നാടിന് ആവശ്യമായി നിലകൊള്ളേണ്ട സമീപനങ്ങളും സന്ദർഭങ്ങളിലും അതിൽ നിന്നെല്ലാം ഒളിച്ചോടിക്കൊണ്ട് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ കടമ മറന്ന് പാലക്കാട് ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബദലാകും എന്ന് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സേവ് യുവജന പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. തീർച്ചയായും ജൂലൈ 14 ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയുള്ള ഈ സംഘടനയുടെ യാത്രയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും അത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും യൂത്ത് ഫെഡറേഷൻ എന്ന് പറയുന്നതും ആർക്കെങ്കിലും ഒരാൾക്ക് അച്ചാരം കൊടുത്ത് തിട്ടൂരം നൽകി അവര് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന ദാർഢ്യത്തിന്റെ ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന ആളുകളോട് നിങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മാനത്തിന് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെക്കാൾ മുകളിലുള്ള ആദർശമുണ്ടെന്നും അവരോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. K. ഫൈസൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ MP ശ്രീചിത്രൻ, സേവ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ കോടിയിൽ രാമകൃഷ്ണൻ, R. രാധാകൃഷ്ണൻ, നേതാക്കളായ TU ജോൺസൺ, CK അബ്ദുറഹ്മാൻ, PK സുഭാഷ്, C. ജയൻ, VA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. 25-അംഗ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയായി TP മുസ്തഫ മണ്ണാർക്കാടിനെയും പ്രസിഡന്റായി K. ഫൈസൽ ആലത്തൂരിനെയും തെരഞ്ഞെടുത്തു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം പടരുന്നു. KGMOയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വെള്ളിയാഴ്ച കരിദിനാചരണവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ശനിയാഴ്ച ഡോക്ടർമാർ 24 മണിക്കൂർ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് KGMOയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ കരിദിനം ആചരിച്ചു. പ്രതിഷേധ യോഗവും നടത്തി. കുറ്റവാളികൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിഷേധ യോഗത്തിൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ആരോഗ്യപ്രവർത്തകർക്ക് ജോലിസ്ഥലത്ത് പോലീസ് എയ്ഡ് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ശക്തമാക്കണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗം IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുറേ ആവശ്യങ്ങളുണ്ട്. അതായത് ഞങ്ങളുടെ വർക്ക് പ്ലേസ് സേഫ്റ്റി, ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും സേഫ്റ്റി, ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സമരമാണ്. ഒരു സെൻട്രൽ ആക്ട്, അതായത് നമ്മുടെ നാട്ടിൽ ഒരു ആക്ട് ഉണ്ട്, പക്ഷേ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സെൻട്രൽ ആക്ട്, വളരെ കർക്കശമായ നടപടികളോട് കൂടിയ ഒരു സെൻട്രൽ ആക്റ്റാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. ഈ ആവശ്യങ്ങൾ നടക്കുന്നത് വരെ ഞങ്ങൾ സമരപാതയിലായിരിക്കും. മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുന്നതാണ്. KGMOA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജലാൽ PM അധ്യക്ഷത വഹിച്ചു. IMA മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VU സീതി, ഡോക്ടർ സുനിൽ KT, ഡോക്ടർ വിഷ്ണു വാസ്തവൻ, ഡോക്ടർ ദീപക് വ്യാസ്, ഡോക്ടർ ഹംസ പാലക്കൽ, ഡോക്ടർ നസീറുദ്ദീൻ, ജില്ലാ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് പ്രിയ, ബേബി, ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂർ OP സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് IMA ഭാരവാഹികളായ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ഡോക്ടർ വിഷ്ണു വാസ്തവൻ തുടങ്ങിയവർ അറിയിച്ചു. കാഷ്വാലിറ്റി സർവീസുകൾ മുടക്കമില്ലാതെ നടക്കും. IMA ആഹ്വാനം ചെയ്തിട്ടുള്ള സമരത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് KGMOA ഭാരവാഹികളും അറിയിച്ചു. രാജ്യവ്യാപകമായി IMA സമരപാതയിലാണ്.
നാളെ അതായത് 17-ാം തീയതി ശനിയാഴ്ച രാവിലെ 6 മുതൽ ഞായറാഴ്ച രാവിലെ 6 വരെ OP മറ്റ് എമർജൻസി സർവീസസ് ഒഴിച്ചുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരപാതയിലാണ് IMA. അപ്പോൾ അതിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും അതിൽ സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ ഡോക്ടർമാരും സമരത്തിലായിരിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകൾ ഉൾപ്പെടെ എല്ലായിടത്തും ഈ സമരം ഉണ്ടാകും. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റും പ്രതിഷേധം സംഘടിപ്പിച്ചു. KG മോയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഫിസിഷ്യൻ ഡോക്ടർ ബിജോയ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യമൊട്ടാകെ ആരോഗ്യമേഖലയിലെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നതും ആക്രമികൾ രക്ഷപ്പെടുന്നതും നിരന്തര സംഭവമായി മാറിയെന്ന് ഡോക്ടർ ബിജോയ് പറഞ്ഞു. ഡോക്ടർമാർ മാത്രമല്ല, ഇതില് ആരോഗ്യ പ്രവർത്തകരെല്ലാവരും, നഴ്സുമാരായിക്കോട്ടെ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ, ആക്രമിക്കപ്പെടുന്നതും അത് ചെയ്യുന്ന ക്രിമിനലുകൾ രക്ഷപ്പെട്ടു പോകുന്നതും നമ്മൾ നിത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നടപടിയും ഇവർക്കെതിരെ ശക്തമായ നടപടി എടുത്തതായി നമ്മൾ കാണുന്നില്ല. അതുതന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടർന്നും നടക്കുന്നതിന് കാരണമാകുന്നു. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ നിയമം ഇവിടെയുണ്ട്. ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇവിടെയുണ്ട്. അത് പ്രകാരം വിചാരണ കൂടാതെ തന്നെ ഇവരെ തടവിലിടുന്നതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നടപ്പിലാക്കുന്നതിൽ ഇതെല്ലാം പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രതിഷേധ സമരത്തിൽ ഡോക്ടർമാരായ ഡോക്ടർ മുഹമ്മദ് റഷീദ്, ഡോക്ടർ കൃഷ്ണദാസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ്, നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. ശനിയാഴ്ച രാജ്യവ്യാപകമായി OP ബഹിഷ്കരിക്കുന്നതിനാൽ താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നും സൂപ്രണ്ട് അറിയിച്ചു. ചെർപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPM അനിശ്ചിതകാല സമരം ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ ചെർപ്പളശ്ശേരി ടൗണിൽ ആരംഭിച്ച സമരം CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി നഗരസഭയിലെ 23-ാം വാർഡ് ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും വമിക്കുന്ന അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾ വലിയ ദുരിതം നേരിടുന്ന സാഹചര്യത്തിൽ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല സമരവുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്. ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച സമരം CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാമല്ലോ, കാശ് കൊടുത്താൽ ഏത് തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പലതരത്തിലുള്ള വർഗീയ തീവ്രവാദ സംഘടനകൾ നമ്മുടെ നാട്ടില് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പേരൊന്നും ഞാൻ പറയുന്നില്ല. കാശ് കൊടുത്താൽ നിങ്ങളുടെ തല കൊയ്യണമോ? അതിന് റെഡിയാ. നിങ്ങൾ കൊട്ടേഷൻ കൊടുത്താൽ അതിന്റെ വില പറഞ്ഞാൽ ആ വില കിട്ടിയാൽ ആ ഉദ്ദേശിച്ച ആളെ വകവരുത്തുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഇന്ന് പല തീവ്ര വർഗീയവാദികള് ഇന്നോടെ നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള ഗുണ്ടകളെ തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. CPM ഏരിയ കമ്മിറ്റി അംഗം O സുലേഖ, സമരസമിതി ചെയർമാൻ കബീർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C ജയകൃഷ്ണൻ, ലുക്മാൻ, വാർഡ് കൗൺസിലർ ബിജീഷ് കണ്ണൻ തുടങ്ങിയവരും മറ്റ് ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു. 50ഓളം കുടുംബങ്ങളാണ് പ്ലാന്റിന് സമീപത്തായി താമസിക്കുന്നത്. നഗരസഭ നേരത്തെ പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും അനുകൂലമായ കോടതി വിധി സമ്പാദിച്ചാണ് പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. രൂക്ഷമായ ദുർഗന്ധത്തിനു പുറമെ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നതായാണ് സമീപത്തെ കുടുംബങ്ങളുടെ പരാതി. ലീഗിന്റെ തല്ലുകൊണ്ട് അവരുടെ തണലിൽ നിൽക്കുന്ന കരിമ്പുഴയിലെ കോൺഗ്രസിന് അഴിമതി നടത്തണമെന്നല്ലാതെ എടുത്തു പറയാൻ ഒരു നേതാവ് പോലും ഇല്ല എന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ. അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൽജീവൻ മിഷൻ പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതികളിലും കോടികളുടെ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതെന്ന് ആരോപിച്ചാണ് BJP ധർണ നടത്തിയത്. കുറെ കതറിട്ട കോൺഗ്രസ് നേതാക്കന്മാരുള്ള പഞ്ചായത്തായിട്ടാണ് എല്ലാ കാലത്തും കരിമ്പുഴ പഞ്ചായത്തിനെ കേരളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കരിമ്പുഴ പഞ്ചായത്തിൽ തല്ലുകൊള്ളുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട്, ലീഗുകാരുടെ തല്ലുകൊള്ളുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് DCCക്ക് പോലും ഒരു അനുതാപവും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ MP ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കരിമ്പുഴ പാലം കടന്നാൽ MPക്ക് പിന്നെ ഓർമ്മ തങ്ങളെയാണ് എന്നാണ് പറയുന്നത്. കരിമ്പുഴ പഞ്ചായത്തിൽ ഓർമ്മിക്കാൻ പാകത്തിൽ ഒരൊറ്റ എണ്ണം പോലും സ്വന്തം പാർട്ടിയിലില്ല എന്ന ബോധ്യം കൊണ്ടാണോ ബഹുമാനായിട്ടുള്ള MP തങ്ങളെ മാത്രം ഓർക്കുന്നത്?
ഇത് ചോദിക്കേണ്ടത് കരിമ്പുഴയിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. BJP എലുമ്പലാശ്ശേരി ഏരിയ പ്രസിഡന്റ് M. കൃഷ്ണനുണ്ണി അധ്യക്ഷനായി. BJP കരിമ്പുഴ ഏരിയ പ്രസിഡന്റ് K. പ്രേംകുമാർ, K. നിഷാദ്, N. സച്ചിദാനന്ദൻ, വിജിത C, K. മണികണ്ഠൻ, സുന്ദരൻ M, PG തങ്കപ്പൻ നായർ, സുന്ദരനാശാൻ, മജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച ആനമൂളി ട്രൈബൽ ഗ്രാമത്തിലുള്ളവർ ഇപ്പോഴും താമസിക്കുന്നത് ഷെഡുകളിൽ. ഭക്ഷണം പാകം ചെയ്യുന്നത് പുറത്ത്. അനുവദിച്ച മുഴുവൻ പണവും കൈപ്പറ്റിയിട്ടും വീട് പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ വലയ്ക്കുകയാണെന്ന് ഗ്രാമവാസികൾ. 1 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ വീടുകൾ ഇനിയും പൂർത്തിയായിട്ടില്ല. കോരിച്ചൊരിയുന്ന മഴയിലും പ്ലാസ്റ്റിക് ഷീറ്റും ഓലയും മേഞ്ഞ ഷെഡുകളിലാണ് ഗുണഭോക്താക്കൾ കഴിയുന്നത്. വീടുകൾക്ക് അനുവദിച്ച 6 ലക്ഷം രൂപ കരാറുകാരൻ വാങ്ങിയെടുത്തെന്നാണ് ഗുണഭോക്താക്കൾ പറയുന്നത്. സാധാരണ ലൈഫ് വീടുകളുടെ പൂർത്തിയായ ഘട്ടത്തിനാണ് തുക അനുവദിക്കാറ്. അവസാന ഗഡു നൽകണമെങ്കിൽ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. എന്നാൽ ആനമൂളിയിൽ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെയാണ് തുക അനുവദിച്ചത്. തുക അനുവദിക്കുന്നത് ഗുണഭോക്താക്കൾക്കാണ്. ഈ തുക കരാറുകാരന് കൈമാറിയെന്നാണ് ഇവർ പറയുന്നത്. അവസാന ഗഡു നൽകിയ ശേഷം മുൻവശത്തും അടുക്കള ഭാഗത്തും ജനലുകൾക്കും വാതിലുകൾ വച്ചു. അടുക്കള, ശുചിമുറി, നിലം ഇവയൊന്നും ശരിയാക്കിയിട്ടില്ല. വൈദ്യുതിയും ഇല്ല. പൈസ ഒക്കെ മേടിച്ച് കുറച്ച് ഒന്നും ആയിട്ടില്ല. വീതനം മാത്രമുണ്ട്, കടുപ്പില്ല, നിലം തേച്ചിട്ട് ഒന്നും പൊടി ഒന്ന് ഒഴുക്കി വെച്ചു. ഇനി ഇത് മകളുടെ വീട്ടിൽ കിടത്താ ഇവിടെ കറാറെടുത്ത ആളെ കാണാനില്ല. ഇതുവരെ കാണാനില്ല. അത് നേരേക്കൊന്ന് പോയതാ. എന്താ ചെയ്യുക? ആൾ കണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ കിടക്കും. 1 2 കണ്ണാ കറാറെടുത്തതേ. ഈ വേനലിക്ക് തുടങ്ങി മഴക്കാലം വന്നു. മഴയ്ക്ക് മുമ്പ് പുതിയ വീട്ടിൽ കയറി താമസിക്കാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് നടന്നില്ല. ഷെഡിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല. പുറത്താണ് പാകം ചെയ്യുന്നത്. മഴയുള്ളപ്പോൾ ഇതും നടക്കില്ല. ഒരു കൂട്ടം കൂടുമ്പോഴെല്ലാം കരാറുകാരൻ വന്ന് ഉടൻ പൂർത്തിയാക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ട്രൈബൽ ഓഫീസറോടും VEOയോടും ഉൾപ്പെടെ പരാതി പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. ഇനി ആരോട് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് തങ്ങളെന്നും ഗ്രാമത്തിലുള്ളവർ പറയുന്നു. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പ്രവേശന കവാടം കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനായി അനുവദിച്ച പുതിയ ഹയർ സെക്കൻഡറി ബാച്ച്, വിജയോത്സവം എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിലാണ് പ്രവേശന കവാടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം സ്കൂളിന് അനുവദിച്ച പുതിയ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഉദ്ഘാടനവും നടന്നു. കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് സീറ്റുകൾ, 1000 കണക്കിന് സീറ്റുകൾ ബാക്കിയാണ് പഠിക്കാൻ കുട്ടികൾ. ആ രീതിയിലേക്ക് ഗവൺമെന്റ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള കാര്യം തുടക്കത്തിൽ വലിയ തോതിലുള്ള പ്രചാരണമായിട്ട് പറയുന്നത്. പക്ഷെ ഇന്ന് ധാരാളം കുട്ടികൾ സീറ്റ് ലഭ്യമല്ല എന്നുള്ളത് പ്രചരിപ്പിച്ചവർക്ക് ഇന്ന് സീറ്റ് ബാക്കിയായി എന്നുള്ള ഒരു സന്ദേശം ഈ അവസരത്തിൽ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ അക്കാദമിക് നിലവാരത്തിലുള്ള ഈ മാറ്റം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയാറ് സാധാരണ ഒരു വാക്കാണ്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ, USS, NMMS നേടിയവർ എന്നിവർക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. വയനാടിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂൾ നൽകുന്ന തുകയും പഞ്ചായത്ത് കുടുംബശ്രീ നൽകുന്ന തുകയും മന്ത്രി ഏറ്റുവാങ്ങി.
ചടങ്ങിൽ PTA പ്രസിഡന്റ് കൊരമ്പയിൽ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ CM സിയാവുദ്ദീൻ, പ്രധാനാധ്യാപകൻ C മുഹമ്മദ് ഇബ്രാഹിം, SMC ചെയർമാൻ അഷ്റഫ് പിലാക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ NT സുരേന്ദ്രൻ, T ശ്രീദേവി, M മുനീറ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധി നാസർ ഡിബോണ, K മുനീർ, മറ്റു PTA, SMC ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം UDF ജനപ്രതിനിധികളും നേതാക്കളും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വഴിയോര കച്ചവട തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അനധികൃത കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. VK2 ജില്ലാ പ്രസിഡന്റ് S കൃഷ്ണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരണമെന്നും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെടാനുള്ള സാഹചര്യം. നമുക്കറിയാലോ, ഒറ്റപ്പാലം നഗരസഭ പ്രദേശമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വഴിയോര കച്ചവട തൊഴിലാളികളെ സംബന്ധിച്ചും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITUവിനെ സംബന്ധിച്ചും ഈ മേഖല ഒരു സംഘർഷാത്മകമായിട്ടുള്ള ഒരു മേഖലയായിട്ട് മാറരുത്. വഴിയോര കച്ചവടക്കാർ, വെൻഡിങ് കാർഡുള്ള തൊഴിലാളികൾക്ക് അവർക്ക് സ്വൈര്യമായി മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് MIA റസാഖ് അധ്യക്ഷനായി, CITU ഡിവിഷൻ സെക്രട്ടറി K ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം KR വിജയൻ, VK2 സംസ്ഥാന കമ്മിറ്റി അംഗം KV സന്തോഷ്, K അബുട്ടി, ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംരക്ഷണ വലയം തീർത്തു. P മമ്മിക്കുട്ടി MLA അടക്കമുള്ളവർ സംരക്ഷണ വലയത്തിന്റെ ഭാഗമായി. സേവ അനങ്ങന്മല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ സംരക്ഷണ വലയം തീർത്തത്. സ്കൂളിലെ 2000-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂൾ മൈതാനിയിൽ വൃത്താകൃതിയിലാണ് സംരക്ഷണ വലയം തീർത്തത്. അനങ്ങന്മലയെ എന്തുവില കൊടുത്തും സംരക്ഷിക്കുമെന്നും അവർ പ്രതിജ്ഞ ചൊല്ലി. P മമ്മിക്കുട്ടി MLA അടക്കമുള്ളവർ വലയത്തിന്റെ ഭാഗമായി. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യ വലയം വിദ്യാർത്ഥികളും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും കൂടിയ ഒരു മനുഷ്യ വലയം തീർക്കും. അതിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനങ്ങന്മലയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നുള്ളത്, പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CP ശശി, പ്രധാനാധ്യാപിക KT ജയശ്രീ, TP രാമകൃഷ്ണൻ, T ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു.
റീട്രേഡ് ചെയ്ത ടയറുകൾക്കും വില വർദ്ധിക്കുന്നു. ടയർ റീട്രേഡിംഗ് മേഖല അഭിമുഖീകരിക്കുന്ന വിവിധ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് 20% വില വർധനവ്. ഓഗസ്റ്റ് 15 മുതൽ വില വർധനവ് നടപ്പാക്കിയതായി കേരള ടയർ റീട്രേഡേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റബ്ബർ മേഖലയിലെ വില വർധനവ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഫീസ് വർധനവ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് ഫീസ് വർധനവ്, ഹരിതകർമ്മസേന യൂസർ ഫീ വർധനവ്, പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ അപര്യാപ്തത തുടങ്ങിയ കാരണങ്ങളാൽ ടയർ റീട്രേഡിംഗ് മേഖല പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് റീട്രേഡ് ചെയ്ത ടയറുകൾക്ക് 20% വില വർദ്ധിക്കുന്നത്. വില വർധന ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വന്നതായി കേരള ടയർ റീട്രേഡിംഗ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ചെർപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ പുതിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ റബ്ബർ വില ഷീറ്റ് കിലോ 180 രൂപ ഉണ്ടായിരുന്നത് 250 കിലോ ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞു. അതുമാത്രമല്ല മാർക്കറ്റിൽ അത് ലഭ്യത കുറവുണ്ട്. അതിൻ്റെ പുറമെ ഇപ്പോൾ വരാൻ പോകുന്ന വൈദ്യുതി ചാർജ്, പിന്നെ ഈ മേഖലയിൽ വിദഗ്ധരായ തൊഴിലാളികളെ ക്ഷാമം, പിന്നെ ഇതുപോലൊരു യൂണിറ്റ് നടത്തിക്കൊണ്ടുവരാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ്, അതുപോലെ നമ്മുടെ ബോഡി പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ്, ഇതൊക്കെ വളരെയധികം വർദ്ധിച്ചു. പിന്നെ ഹരിതകർമ്മസേന ഫീ, അങ്ങനെ ഒരുപാട് ഈ യൂണിറ്റ് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരുപാട് പ്രതിസന്ധിയിലാണ് ഇപ്പം ഞങ്ങൾ. അപ്പോൾ കേരള ടയർ റീട്രേഡേഴ്സ് അസോസിയേഷൻ KTR പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മാന്യമായ ഒരു വർധനവ്, അത് നിലവിൽ നമ്മുടെ വാഹന ഉടമകളോടാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു 20% നിലവിലുള്ള ചാർജിൽ ഒരു വർധനവ് ഞങ്ങളിവിടെ അസോസിയേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാ വാഹനങ്ങളും സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. കേരള ടയർ റീട്രേഡിംഗ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സാജു NC, സെക്രട്ടറി ശിവൻകൊപ്പം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് M, ചെർപ്പശ്ശേരി മേഖലാ സെക്രട്ടറി പ്രമോദ് C തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സേവന മേഖലയിൽ നഗരസഭയുമായി കൈകോർത്ത് ചെർപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡുതല സമിതികൾ രൂപീകരിക്കും. പാലിയേറ്റീവ് കെയർ മേഖലയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ചെർപ്പശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ആർദ്രം പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭയുമായി ചേർന്ന് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡുതല സമിതികൾ രൂപീകരിക്കുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നേരിട്ടെത്തി ആർദ്രം പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ കൂടിയാലോചന നടത്തി. ആവശ്യമായ ഒരാൾക്ക് പോലും പരിചരണം ലഭിക്കാതെ പോകുന്ന സാഹചര്യം നഗരസഭയിൽ ഇല്ലാതാക്കലാണ് ഇതിലൂടെ ആർദ്രം ലക്ഷ്യമിടുന്നതെന്നും ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും ആർദ്രം പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ പറഞ്ഞു. അറിയാതെ കിടക്കുന്ന മുഴുവൻ രോഗികളിലേക്കും നമ്മുടെ സേവനം എത്തിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരാലോചനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതിന് കൗൺസിലർമാരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനോട് കൂടി ചെർപ്പളശ്ശേരി മുനിസിപ്പൽ അതിർത്തിയിലെ മുഴുവൻ വീടുകളും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഒരു സർവേ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആർദ്രം പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും കഴിഞ്ഞ 18 വർഷമായി ഹമീദ് ഡോക്ടറുടെ നേതൃത്വത്തിൽ വളരെ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി മതേതര സ്വഭാവത്തോട് പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു കൂട്ടായ്മയാണ്. അത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം കൂടിയാണ്. പാലിയേറ്റീവ് സംസ്കാരം നാട്ടിൽ വളർത്തിയെടുക്കാനും പാലിയേറ്റീവ് സന്ദേശം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള മൊത്തം സമൂഹത്തെ ബോധ്യപ്പെടുത്താനുമായി ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും നമ്മൾ ഏകദേശം 400ഓളം സഹോദരങ്ങളെ വീടുകളിൽ പോയി പരിചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രികാല ഹോം കെയർ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി കൂടുതൽ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി ഓരോ വാർഡിലും വാർഡ് തല സമിതികൾ നമ്മൾ രൂപം നൽകുകയാണ്. ഓരോ വാർഡിലുമുള്ള കൗൺസിലർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അവിടെയുള്ള ആശാവർക്കർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അവിടെയുള്ള പൗരപ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, സാധാരണ ജനങ്ങളെ കൂലിവേല ചെയ്യുന്ന ആളുകളെ വരെ എല്ലാ സാമൂഹ്യ രംഗത്ത് എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർഡ് തല സമിതികൾക്ക് ആർദ്രം രൂപം നൽകുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ വയനാടിനായി കൈകോർത്ത് ചെർപ്പശ്ശേരി നന്മ സാംസ്കാരിക വേദി, നന്മ സ്പോർട്സ് അക്കാദമിയുടെയും സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാചരണ പരിപാടിയിലാണ് സേവ് വയനാട് ഡൊണേറ്റ് ടു CMDRF എന്ന മുദ്രാവാക്യം ഉയർന്നത്. രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി ആഘോഷിച്ചപ്പോൾ ദുരിതം തകർത്ത വയനാട് ജനതയുടെ പുനരധിവാസത്തിനായി കൈകോർത്ത് മാതൃകയാവുകയാണ് ചെർപ്പശ്ശേരി നന്മ സാംസ്കാരിക വേദി. സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമായി നന്മ സ്പോർട്സ് അക്കാദമിയിലെ മുഴുവൻ കുട്ടികളെയും അണിനിരത്തി സേവ് വയനാട്
ഡൊണേറ്റ് ടു CMDRF എന്ന മുദ്രാവാക്യമടങ്ങുന്ന പോസ്റ്ററുകളുമായി ചെർപ്പശ്ശേരി നഗരത്തിലൂടെ പദയാത്ര സംഘടിപ്പിച്ചു. തുടർന്ന് നന്മ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നന്മ വൈസ് ചെയർമാൻ K. ബാലകൃഷ്ണൻ മാസ്റ്റർ, വിമൻസ് വിംഗ് പ്രസിഡന്റ് സുമയ്യ അഷ്റഫ് തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഭരണഘടനയുടെ ആമുഖവും കുട്ടികൾക്കായി പരിപാടിയിൽ അവതരിപ്പിച്ചു. നന്മ സ്പോർട്സ് അക്കാദമിയിലെ കുട്ടികൾ വയനാട് ജനതയ്ക്കായി സ്വരൂപിച്ച ധനസഹായവും പരിപാടിയിൽ കൈമാറി. നന്മ ആക്ടിംഗ് ചെയർമാൻ ഷദീദ് PV, AM ബഷീർ, NK സാദിഖ് അലി, ഷാജിദിയ, റമീന ഷദീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VK ശ്രീകണ്ഠൻ MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഷൊർണൂർ ടാക്സി സ്റ്റാൻഡ് ഉദ്ഘാടനം നടന്നു. MP സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു. 2023-2024 സാമ്പത്തിക വർഷത്തിൽ MP ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ഷൊർണൂർ ടൗൺ ടാക്സി സ്റ്റാൻഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. MP സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ടാക്സി സ്റ്റാൻഡിൽ വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ വാർത്തകൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ മാത്രമല്ല, നമ്മളെല്ലാവരുടെയും ഒരു കേന്ദ്രമാണ് ടൗണിലെ ടാക്സി സ്റ്റാൻഡ്. അപ്പോൾ ഇത് പണി കഴിപ്പിക്കാൻ MP ഫണ്ട് കൊണ്ട് കഴിയുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, സ്ഥിരസമിതി അധ്യക്ഷരായ SG മുകുന്ദൻ, K. കൃഷ്ണകുമാർ, P. ജിഷ, KM ലക്ഷ്മണൻ, വിവിധ വാർഡ് കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയംകുളം പുലാച്ചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുട്ടികളുടെ രാമായണ പാരായണ മത്സരം സംഘടിപ്പിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ K. മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി K. രാമദാസ്, K. മോഹൻ, CK ഗോപിനാഥ്, ഭാസ്കരൻ തുടങ്ങിയവരും പങ്കെടുത്തു. വിജയിച്ച കുട്ടികൾക്ക് രാമായണം സമ്മാനമായി നൽകി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. മുതിർന്ന പൗരന്മാർക്ക് ബാങ്കിംഗ് സേവനം വീട്ടുമുറ്റത്തെത്തിക്കുന്ന അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ACB ഹിയർ ആൻഡ് കെയർ എന്ന നൂതന സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു. N. ഷംസുദ്ദീൻ MLA ഹിയർ ആൻഡ് കെയർ ഉദ്ഘാടനം ചെയ്തു. മിസ്ഡ് കോൾ ചെയ്താൽ ബാങ്കിന്റെ സേവനം ഇനി വീട്ടിലെത്തും. മുതിർന്ന ആളുകൾ, ഭിന്നശേഷിക്കാർ, കിടപ്പുരോഗികൾ എന്നിവർക്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സേവനമിനി വീട്ടിലും ലഭ്യമാണ്. ബാങ്ക് നിശ്ചയിച്ച 7012285853 എന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു മിസ് കോൾ ചെയ്താൽ സേവനസന്നദ്ധരായ ബാങ്ക് സ്റ്റാഫ് തിരിച്ചു വിളിക്കും. ബാങ്കുമായി വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. മാത്രമല്ല, ആവശ്യമെങ്കിൽ വീട്ടിലെത്തിയുള്ള ബാങ്കിംഗ് ഇടപാടുകൾക്കും ഇതിലൂടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ACB ഹിയർ ആൻഡ് കെയർ എന്ന ഈ നൂതന സംരംഭത്തിന്റെ ഉദ്ഘാടനം N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന് അങ്ങോട്ട് ചെന്ന് സേവനം കൊടുക്കുന്ന രീതി. അപ്പൊ അത് സേവനം വിരൽത്തുമ്പിൽ തന്നെയാണ്. മറ്റൊരർത്ഥത്തിൽ ഡിജിറ്റൽ ബാങ്കിംഗ് സിസ്റ്റം നടപ്പാക്കിയാണ്. കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ബാങ്കിലേക്കോ ബാങ്ക് ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഇത്രയും നമ്പറുകളിലേക്ക് ഒരു മിസ് കോൾ ഇടുമ്പോൾ ആ മിസ് കോളിലൂടെ എന്താണോ കിട്ടേണ്ടത്, അപ്പൊ ഒരു ചെക്ക് ബുക്ക് കിട്ടാനാണെങ്കിൽ ചെക്ക് ബുക്ക്, അതല്ല കുറച്ച് പൈസ വിഡ്രോ ചെയ്യാനാണെങ്കിൽ ആ പൈസ വിഡ്രോ ചെയ്ത് ഇന്ന അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ അവിടെ പോയി ചെക്ക് ബുക്ക് പിടിച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സേവനം ബാങ്കിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ ഡിജിറ്റൽ ബാങ്കിംഗ് സിസ്റ്റം തന്നെയാണ്. 76-ാം വയസ്സിൽ +1 തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ച ശ്രീദേവി അമ്മ ആദ്യ അക്കൗണ്ട് MLAയിൽ നിന്നും സ്വീകരിച്ചു. ബാങ്ക് പ്രസിഡന്റ് PK അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നും വിധി തളർത്തിയ ശരീരവുമായി വീട്ടിൽ കഴിയേണ്ടി വന്നവർക്കും ബാങ്കിംഗ് ഇടപാട് നേരിട്ട് നടത്താനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് PK അബ്ദുറഹ്മാൻ പറഞ്ഞു. പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. പല വീടുകളിലും ഉണ്ടായ അനുഭവങ്ങളാണ്. അപ്പൊ അത് നമുക്കൊരു കാര്യങ്ങൾ ബാങ്കിംഗ് സംവിധാനം ചെയ്യണമെങ്കിൽ ആരെയും ആശ്രയിക്കാതെ തന്നെ ചെയ്യാനുണ്ടാവുന്ന ഒരു ഇടപെടൽ ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സെക്രട്ടറി P. ശ്രീനിവാസൻ, ഭരണസമിതി അംഗങ്ങളായ KA സുദർശനകുമാർ, സെയ്ദ്, രാജകൃഷ്ണൻ, ശ്രീധരൻ, ഉസ്മാൻ, ബിന്ദു, ശ്രീജ, ഷെറീന മുജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P. മുസ്തഫ, P. രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. അബ്ദുൾ സലീം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് അലായൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് TV. സെബാസ്റ്റ്യൻ, മുൻ സെക്രട്ടറിമാരായ ജനാർദ്ദനൻ, ഹസൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, വിശ്വനാഥൻ, പൊതുപ്രവർത്തകരായ സോമരാജൻ, ടോമി തോമസ്, മുൻ ഡയറക്ടർമാരായ അബ്ദുൽ കരീം, സുരേഷ് കുമാർ, ജീവനക്കാരായ ജയകൃഷ്ണൻ, നജീബ്, രവീന്ദ്രനാഥ്, അമീൻ മഠത്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ അക്കൗണ്ട്, പണനിക്ഷേപം, പണമെടുക്കൽ, ട്രാൻസാക്ഷൻ തുടങ്ങി സ്വർണ്ണപ്പണയമല്ലാത്ത എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ഇതിലൂടെ ലഭ്യമാണ്. അധിക ചാർജോ മറ്റ് നിബന്ധനകളോ ബാധകമാവില്ലെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു.
ബാങ്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അക്കൗണ്ട് വിശദാംശങ്ങളും ലഭിക്കും. അലനല്ലൂർ ഹെഡ് ഓഫീസ് ഉൾപ്പെടെ എടത്തനാട്ടുകര, കർക്കിടാംകുന്ന്, മാളിക്കുന്ന് എന്നീ ബ്രാഞ്ചുകളിലും സേവനം ലഭ്യമാകും. പെരിന്തൽമണ്ണ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ 2022-2023 വർഷത്തിൽ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി വാഹന ഗതാഗത നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ നിന്നും 2022-23 വർഷത്തിൽ ടെക്നിക്കൽ കോഴ്സുകൾ പൂർത്തിയാക്കിയ 150ഓളം വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. പെരിന്തൽമണ്ണ ജോയിന്റ് RTO M രമേശൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രോ ഗ്രൂപ്പ് ചെയർമാൻ KV അബ്ദുൾ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളെ തൊഴിലിന് പ്രാപ്തരാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ പഠിപ്പിച്ചു വരുന്നത്. ഇതിനോടകം 5000-ലേറെ വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയതായി ഇലക്ട്രോ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ റഷീദ് പറഞ്ഞു. ഈ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് ഇലക്ട്രോയുടെ മലബാർ ഭാഗത്തുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്ക് വേണ്ട ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 2001 ആരംഭിച്ചത്. പിന്നെ പല രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരം കൂടുതൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയും ഈ കാലഘട്ടത്തിൽ ഏകദേശം 5000-ഓളം കുട്ടികളെ വിവിധ കോഴ്സുകളിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പ്ലേസ്മെൻറ്റ്സ് കൊടുത്തു. അതത് കാലഘട്ടങ്ങളിലേക്ക് ആവശ്യമായ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത് അവർക്ക് പ്രാക്ടിക്കലിന് മുൻതൂക്കം നൽകി ട്രെയിൻ ചെയ്തതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആധുനിക ടെക്നോളജിയിൽ എന്താണോ ആവശ്യമുള്ളത് അത് അതത് സമയത്ത് അവർക്ക് നൽകി അവരെ പ്രാക്ടിക്കലിന് മുൻതൂക്കം നൽകി അവരെ നല്ലൊരു ജോബിന് തയ്യാറാക്കി വിടുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ അവരെ ജോബിന് തയ്യാറാക്കി വിവിധ സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് അലി ഹാജി, വണ്ടൂർ MEI മാനേജർ ഗഫൂർ, ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അഷ്റഫ് അലി, വൈസ് പ്രിൻസിപ്പൽ ഷിനിരാജൻ, അക്കാഡമിക് കൗൺസിലർ വഹിദ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി വാഹന ഗതാഗത നിയമങ്ങളെ ബന്ധപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസ് നടന്നു. ജോയിന്റ് RTO M രമേശ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഒരു 9 ലക്ഷം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോലീസ് മോട്ടോർ വാഹനമൊക്കെ ഞങ്ങളുടെ പല പരിപാടി കുട്ടികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലേ. ഇതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഗ്രൂപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലുള്ളവരാണ്. ഒരു ഡ്രൈവർക്ക് എത്ര ക്ലാസ് തീർന്ന കാര്യമില്ല. കാരണം നമ്മുടെ മുമ്പിലൊക്കെ തലവിളിക്കുക പുറത്തിറങ്ങി കഴിഞ്ഞാലോ അവർക്ക് പട്ടിയുടെ പഴയ സ്വഭാവം കാണിക്കുന്നു അല്ലേ. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് നല്ല ഒരു മൈൻഡാണ് നിങ്ങൾ തലയിലുള്ളിലേക്ക് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു നല്ല റോഡ് കെട്ടുന്ന സംസ്ഥാനം ഡെവലപ്പ് ചെയ്യുക അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയറിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി നടന്നു. ആർദ്രം ആശ്രയ കേന്ദ്രത്തിൽ പതാക ഉയർത്തിയ ശേഷം പ്രചാരണ സമിതിയുടെ നേതൃത്വത്തിൽ പദയാത്രയും സംഘടിപ്പിച്ചു. ആർദ്രം പാലിയേറ്റീവ് കെയർ പ്രചാരണ സമിതി വിഭാവനം ചെയ്ത സാന്ത്വന സന്ദേശ പദയാത്രയാണ് സുമനസ്സുകളുടെ ആശീർവാദവുമായി ആബാലവൃത്തം ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ് ആർദ്രം ആശ്രയ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തി. ഇന്ന് നമ്മൾ വിപുലമായ രീതിയിൽ സന്ദേശ പ്രചരണ യാത്രയും അതിനോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നുണ്ട്. കഴിയുന്നത്ര ആളുകളെ വിളിച്ച് ആ സന്ദർഭത്തിൽ അവിടെ എത്തുവാൻ പറയുക. ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമാകട്ടെ. നമ്മുടെ സന്ദേശം ജനസേവനത്തിൻ്റെ ആതുര ശുശ്രൂഷയുടെ സന്ദേശം എല്ലാവരിലും എത്തട്ടെ. തുടർന്ന് ആർദ്രം പ്രചാരണ സമിതിയുടെ നേതൃത്വത്തിൽ മാങ്ങോട് നിന്ന് ആരംഭിച്ച പദയാത്ര 26 മൈൽ സെന്ററിൽ സമാപിച്ചു. സ്റ്റാർ ഓഫ് 26 ക്ലബിന്റെ ഭാരവാഹികൾ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം നടന്ന പൊതുസമ്മേളനം ഡോക്ടർ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ആർദ്രം ഭാരവാഹികളായ VP ഹുസൈൻ, A രാമകൃഷ്ണൻ, ഷഹീൻ, ഹാഷിം, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഷാജി ദിയ, റഷീദ് പാലസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും സന്നദ്ധ സേവകരും വനിതാ വിംഗ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇന്റർനാഷണൽ ബ്രാൻഡായ ഫ്ലോറൻസ പെർഫ്യൂമിന്റെ മനം മയക്കും സുഗന്ധം ഇനി മുതൽ ഒറ്റപ്പാലത്തുകാർക്കും സ്വന്തമാക്കാം. TB റോഡ് റോയൽ ജംഗ്ഷനിൽ റോയൽ മാളിൽ ഫ്ലോറൻസ പെർഫ്യൂമിന്റെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ ഫ്ലോറൻസ ഇറ്റാലിയുടെ പുതിയ ഔട്ട്ലെറ്റാണ് TB റോഡിൽ റോയൽ സിൽക്ക്, റോയൽ ഹൈപ്പർ മാർക്കറ്റ് എന്നിവ പ്രവർത്തിക്കുന്ന റോയൽ മാളിൽ പ്രവർത്തനം ആരംഭിച്ചത്.
റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു. ഫ്ലോറൻസ പെർഫ്യൂമിന്റെ മാർക്കറ്റിംഗ് മാനേജർ ഷമീറിന്റെ കയ്യിൽ നിന്നും PV ഹംസ ഏറ്റുവാങ്ങി ആദ്യ വിൽപ്പന നടന്നു. ഡയറക്ടർ ഷെഹീസ് റോയൽ, റനീസ് റോയൽ, റമീസ് റോയൽ, റിയാസ് റോയൽ, ഡയറക്ടർ PV ബഷീർ, PV കാസിം, അനീസ് റോയൽ, ഷാൻവാസ് റോയൽ, ജനറൽ മാനേജർ ഹനീഫ, മാനേജർ ഷഹീർ, റിഷാജ്, ഷെരീഫ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പുറമെ റഷ്യ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും പ്രശസ്തമായ ബ്രാൻഡാണ് ഫ്ലോറൻസ. ഗ്രേഡ് 1 ഓയിലാണ് ഫ്ലോറൻസയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 5 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ സുഗന്ധം നിലനിൽക്കുമെന്നതാണ് ഫ്ലോറൻസയുടെ പ്രത്യേകത. 259 രൂപ മുതൽ 2399 രൂപ വരെ വില വരുന്ന പെർഫ്യൂമുകളാണ് വിപണനത്തിനെത്തിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10% ഓഫറും ഫ്ലോറൻസ പെർഫ്യൂമിന് നൽകുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടാമ്പിക്കും പുരസ്കാര തിളക്കം. മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട് പരുതൂരിലെ ബീന R ചന്ദ്രൻ. നവാഗത സംവിധായകനുള്ള പുരസ്കാരം നേടി പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖ്. അംഗീകാരം തടവ് എന്ന സിനിമയ്ക്ക്. ഇരട്ട സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടി ആലിപ്പറമ്പ് സ്വദേശി രോഹിത് MG കൃഷ്ണൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി നിലമ്പൂർ മേഖലയിൽ തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. വിവിധ സേനകളെ കൂടാതെ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചും ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി. സേവ് CPIക്ക് പിന്നാലെ പാലക്കാട് ജില്ലയിൽ സേവ് യൂത്ത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിക്ക് രൂപം നൽകി CPI വിമത വിഭാഗം. AYFന് സമാന്തരമായാണ് യുവജന ഫെഡറേഷന് രൂപം നൽകിയത്. സമ്മേളനത്തിന് നേതൃത്വം നൽകി KE ഇസ്മായിലിന്റെ മകൻ KE ബൈജു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം പടരുന്നു. KGMOയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ കരിദിനാചരണം നടത്തി. ശനിയാഴ്ച ഡോക്ടർമാർ 24 മണിക്കൂർ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. മണ്ണാർക്കാടും പ്രതിഷേധം. ചെർപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ പ്ലാന്റിനെതിരെ CPM പ്രക്ഷോഭത്തിൽ. പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട അനിശ്ചിതകാല സമരം തുടങ്ങി. സമരം പ്ലാന്റിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ദുരിതമായി മാറിയ സാഹചര്യത്തിൽ. UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷാപാതവുമെന്ന് BJP. പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. അഴിമതിയല്ലാതെ ലീഗിനും കോൺഗ്രസിനും എടുത്തു പറയാൻ ഒരു നേട്ടവും പഞ്ചായത്തിലില്ലെന്ന് സന്ദീപ് വാര്യർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.